ഹലോ, ഫുഡ് ഫീസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ചിക്കൻ സുക്ക റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, പച്ചമുളക് കീറിയത്, കറിവേപ്പില ഇതും കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ 250 ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 3 സവാള എടുത്തിട്ടുണ്ട്. 3 സവാളയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഈ സവാള നന്നായി വഴന്ന് വരാൻ വേണ്ടി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വെക്കുന്നത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളി കരിഞ്ഞു പോകും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാം. 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി, ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട്. ആ സമയം കൊണ്ട് തന്നെ അതൊന്ന് ചൂടായി കിട്ടും. പെട്ടെന്ന് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണേ. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു വലിയ തക്കാളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് 1 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ആ സമയത്ത് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. ദാ 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയതും ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റി ഒന്ന് അടച്ച് വെക്കണേ. ഒരു 5 മിനിറ്റ് ഈ തേങ്ങയൊക്കെ ഒന്ന് ചൂടായി ഒന്ന് വെന്ത് വരണം. ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കണം. ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് ലൂസായിട്ടുള്ള കറിയല്ല, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കറിയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ആവശ്യത്തിന് വെള്ളം ഇതിലുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായി കുക്ക് ചെയ്ത് ചിക്കനൊക്കെ നന്നായി വെന്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ചെറുതായി കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. ഇത് 3 സാധനവും ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്.
ഇനി ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.